പ്രൊഡക്റ്റീവായിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വൃത്തിയായിട്ട് നീറ്റായിട്ട് ക്ലീനായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഗതി പിടിക്കാത്തതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹൈലി പ്രൊഡക്റ്റീവായിട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മികച്ച രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലവും അതിനനുസരിച്ചിട്ട് സൂപ്പറായിരിക്കണം. അപ്പോൾ അങ്ങനെ ജോലി സ്ഥലം സൂപ്പറാക്കുന്നതിന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്? ഒന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സോൺ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോൺ സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിനെ നമ്മളൊരു 3 ആക്കിയിട്ട് അങ്ങ് തിരിക്കുന്നു. 2 സ്റ്റോറേജ് സോൺ, 3 ക്രിയേറ്റീവ് സോൺ. ഇതെന്തിനാണ് ഇങ്ങനെ തിരിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ നമുക്കിതുപോലെ തരംതിരിക്കാൻ പറ്റും. നിങ്ങൾ ഇതൊന്നും തരംതിരിക്കാതെ നേരിട്ടങ്ങ് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും കുഴപ്പങ്ങൾ, പലപ്പോഴും ഡിസ്ട്രാക്ഷൻസ് ഇതെല്ലാം ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ ശ്രദ്ധ, ഏകാഗ്രത അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പാളിപ്പോകാതെ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിനകത്ത് തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ തരംതിരിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് എന്തൊക്കെയാണോ വേണ്ടത്, സാധനങ്ങൾ, ഫയലുകൾ, പേപ്പറുകൾ, പെന്ന്, കാര്യങ്ങൾ, മറ്റത് മറിച്ചത്, ഇതെല്ലാം നേരത്തെ പറഞ്ഞ ഈ ഒരു 3 കാറ്റഗറിക്കുള്ളിലായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് എടുത്തു വയ്ക്കുക. ഇങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ഏകാഗ്രത അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പ്രശ്നമില്ല. അതുമാത്രമല്ല, ഉള്ള പണി നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് എടുക്കാനും പറ്റും. അങ്ങനെ നീറ്റായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് സൂപ്പറായിരിക്കുകയും ചെയ്യും. അങ്ങനെ കൂടി ആയെങ്കിലേ നിങ്ങൾ ഗതി പിടിക്കുകയുള്ളൂ. രണ്ടാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫയൽ സിസ്റ്റമാണ്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് തരത്തിലുള്ള പേപ്പറുകൾ, കടലാസുകൾ, ഫയലുകൾ, അങ്ങനെ പല പല സാധനങ്ങളുണ്ടാവും. ഇതിനകത്ത് ഫയൽ പോലെ നമുക്കെടുത്ത് ഒരുപാട് പേപ്പറുകൾ ഒന്നിച്ചെടുത്ത് വെക്കാൻ പറ്റുന്ന ഇത്തരം ഫയലുകൾ നമ്മൾ വെർട്ടിക്കലായിട്ട് അലൈൻ ചെയ്യുക. എവിടെ വെക്കുക? വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ഷെൽഫുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, നമുക്ക് അലമാരകളോ എന്തോ ആയിക്കോട്ടെ, ബുക്ക് ഷെൽഫ് പോലെ, ഫയൽ ഷെൽഫ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കും. പക്ക പ്രൊഫഷണലായിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ശരി, കിട്ടുന്ന ആ ഫയൽ ആ ഷെൽഫിനകത്ത് കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടും കൂടി എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ കാണാൻ പാടുള്ളൂ. അതായത് നമ്മുടെ കൈയെത്തുന്ന ദൂരത്ത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. മറ്റുള്ള സാധനങ്ങളെല്ലാം ഈ വെർട്ടിക്കൽ എടുത്ത് വെക്കാൻ പറയുന്നതിൻ്റെ കാരണം അതിൻ്റെ ആ ഒരു സ്പൈൻ ഏരിയനകത്ത് കാര്യങ്ങൾ നമുക്ക് എഴുതിയിട്ടുണ്ടായിരിക്കും, എന്തിൻ്റെ ഫയലാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും അവിടെ ഇരിക്കുന്നുണ്ട് ആ ഫയൽ. അപ്പോൾ നമുക്കത് എടുക്കാം. പക്ഷേ അതെല്ലാം കൂടി നമ്മൾ എടുത്തിട്ട് ഈ ചില ഗവൺമെൻറ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ടേബിളിൻ്റെ മുകളിൽ എന്താ പറയുക, കാക്ക ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കാക്ക തുറിയൻ്റെ അവശിഷ്ടം വരെ അവിടെ ഉണ്ടാകും. ആ ഒരു അവസ്ഥയിലേക്കായിരിക്കും അവർ അടുക്കും ചിട്ടയെന്ന് പറയുന്ന സാധനം ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. എല്ലാ ഓഫീസിൻ്റെയും കാര്യമല്ല പറയുന്നത്, എന്നാൽ ബഹുഭൂരിപക്ഷം ഓഫീസും ഇങ്ങനെയൊക്കെ തന്നെയാണ്. സോ എല്ലാറ്റിനും ഒരു അടുക്കും ചിട്ടയുണ്ടെങ്കിൽ പണിയെടുക്കുന്ന നമുക്ക് തന്നെ ഒരു ഉഷാറുണ്ടാവും, ഒരു എനർജി ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ പകുതി എനർജി ഡിം ആവും അവിടെ തന്നെ. മൂന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേബിൾ മാനേജ്മെൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പരിസരത്ത് ബാക്ക് സൈഡിൽ കമ്പ്യൂട്ടർ ഇരിക്കുന്നതിൻ്റെ UPSൻ്റെ ആ ഒരു ഏരിയയിലേക്കൊക്കെ നിങ്ങൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ പാമ്പ് പെറ്റി കിടക്കുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. ചറപ്പുറ എന്ന് പറയുന്ന അവസ്ഥയിൽ പാമ്പിൻ്റെ അവസ്ഥയായിരിക്കും. അത് കണ്ടമാനം വയറുകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തല കറങ്ങും. സോ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് അതുപോലെ അങ്ങോട്ട് അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. സോ ഇതൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് എടുത്ത് വെക്കണം. അപ്പോൾ വയറുകളൊക്കെ എങ്ങനെ വൃത്തിയായിട്ട് എടുത്ത് വയ്ക്കുക? അതിന് ഏറ്റവും ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അത് എക്സ്പെൻസീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യത്താണ് ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഇട്ട് വയ്ക്കാൻ പറ്റും. ക്ലിപ്പുകൾ, അതായത് കുറേ എണ്ണം ചേർത്തിട്ട് ഒരു ക്ലിപ്പാക്കി ഇട്ട് വയ്ക്കുക. അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയുണ്ട്, ഒരു ബൈൻഡിങ്, ഒരു എന്തായാലും പറയാമെന്നറിയില്ല, ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലോക്ക് മുറിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. അതിന് ബൈൻഡർ ക്ലിപ്പ് അങ്ങനെയാണ് പറയാമെന്നാണ് എൻ്റെ ഓർമ്മ. അത് ലോക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് ടൈറ്റായി കഴിഞ്ഞു. പലപ്പോഴും ഈ പ്ലംബിങ്ങിൻ്റെ ഒക്കെ പണിക്കാർ ഇത് യൂസ് ചെയ്യുന്നത് കാണാറുണ്ട്. അതായത് പൈപ്പുകൾ, അങ്ങനെ പല സാധനങ്ങളും കൂട്ടി കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സാധനമാണ്. സോ ഈ സാധനം നമുക്ക് ചെയ്യാവുന്നതാണ്, വലിയ വിലയുള്ള സാധനമൊന്നുമല്ല, ആവശ്യമില്ല. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും പിന്നെ നമ്മളത് ഡിസ്മാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ആകുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒഴിവാക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചുറ്റി വെച്ചതിന് ശേഷം ഇത് പുതിയതൊന്നും ഇടാൻ പറ്റും. സോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത്, അതെല്ലാം നിങ്ങൾക്ക് പണം ചിലവാക്കാൻ പറ്റുകയാണെങ്കിൽ
ടേബിളിൻ്റെ അടിയിൽ തന്നെ വെക്കാൻ പറ്റുന്ന കേബിൾ ഹൈഡ് ട്രേകളുണ്ട്, അതിനകത്ത് വെക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിലും ശരി ഈ ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്ന വയറുകൾ, സാധനങ്ങൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ കുറച്ചൊരു നീറ്റ്നെസ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിനുണ്ടാവും. അതൊരു പോസിറ്റീവ് എനർജിയാണ്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഒന്ന് വർക്ക് ചെയ്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം, അതിൻ്റെ ഒരു ചേഞ്ച്, അതിൻ്റെ ഒരു ഫീലിങ്സ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. 4ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെയിലി ഡീക്ലറ്റർ ടൈമറാണ്. അതായത് ഓരോ ദിവസവും നമ്മൾ ജോലി കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണോ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് കുപ്പയിലിടുക. അതല്ല നാളേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ടേബിളിൽ വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ കിട്ടുന്ന അതുപോലത്തെ ഡ്രോ ഉണ്ടെങ്കിൽ അതിനകത്ത് വയ്ക്കാം. അതല്ല കഴിഞ്ഞു, ഇനിയിപ്പോൾ പെട്ടെന്ന് അടുത്ത കാലത്തൊന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളും ഫയലുകളും പേപ്പറുകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ അടുത്ത് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ എടുത്ത് ഷെൽഫിലെടുത്ത് വയ്ക്കുക ഭദ്രമായിട്ട്. സോ ഇങ്ങനെ നെക്സ്റ്റ് ഡേക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ദിവസം നമ്മൾ ജോലിക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ സാധനമൊക്കെ പാടെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു തലകറക്കമുണ്ടല്ലോ, ഇനിയിപ്പോൾ ഇത് മാറ്റണ്ടേ. രാവിലെ നമ്മൾ ഫുൾ പോസിറ്റീവ് എനർജിയോട് കൂടി വന്നതിന് ശേഷം ഈ അലങ്കോലപ്പെട്ട സാധനം ക്ലീൻ ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ, എന്തോരം ബോറടിക്കുന്ന ഭ്രാന്ത് പിടിക്കുന്ന ഒരു പരിപാടിയായിരിക്കും. എന്നാൽ ഇതൊക്കെ തലേ ദിവസം നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വന്നിട്ട് പരിപാടി ചെയ്യാൻ പറ്റും. ഒരു ടെൻഷനും ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല, മനസ്സൊക്കെ നല്ല ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതല്ലേ നല്ലത്. 5ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളർ കോഡിങ് വെച്ച് നമ്മൾ നമ്മുടെ ടാസ്കുകളെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതല്ല കുറച്ച് കഴിഞ്ഞ് ചെയ്താൽ മതി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അതല്ല നാളെ മതി മറ്റന്നാളെ മതി, ഇപ്പോൾ അർജൻറ്റ് ഒന്നുമില്ല, ചെയ്യേ വേണ്ട, അല്ലെങ്കിൽ അടുത്ത വർഷം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള പല പല പ്രൊജക്റ്റുകൾ, കാര്യങ്ങൾ, വർക്കുകളെല്ലാം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കളർ കോഡ് കൊടുക്കുക. നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുക ഏത് കളറിൻ്റെതിന്, പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതിന് ഇതിന്, 5 മിനിറ്റും കൊണ്ട് ചെയ്ത് തീർക്കേണ്ടതിന് ഇങ്ങനെ, പൈസ തരാത്ത ആൾക്കാരുണ്ടാവില്ല, അപ്പോൾ അവരുടെ ഫയൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്നത്. എല്ലാറ്റിനും നമ്മളൊരു കളർ ബേസ് ചെയ്തിട്ട് തിരിക്കുന്ന സമയത്ത് എല്ലാം നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കളർ നമ്മുടെ തലക്കകത്തുള്ളതാണ്, നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തതാണ് ഇന്നതിന് ഈ കളറ്. അപ്പോൾ പെൻഡിങ്ങുള്ള കാര്യങ്ങൾ എല്ലാറ്റിനും ഒരു കളർ ബേസ്ഡ്, അതിപ്പോൾ ഈ ഫിസിക്കലി ഇരിക്കുന്ന സാധനങ്ങൾക്ക് മാത്രമല്ല, നമ്മളെ കമ്പ്യൂട്ടറിലുള്ള ഫോൾഡേഴ്സ് അതിന് ഈ പറയുന്ന പോലെ ഒരു കളർ ബേസ് ചെയ്തിട്ട് നിങ്ങൾ സേവ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ബ്ലൂ ഫോൾഡർ, യെല്ലോ ഫോൾഡർ, അന്തമാരി ഫോൾഡർ, അങ്ങനെ പല പല കളറാവുന്ന സമയത്ത് ഏകദേശം പിടി കിട്ടുന്നത്. ഫോൾഡർ തന്നെ ആവണമെന്നില്ല, ഫോൾഡർ ഐക്കൺ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. അതിൻ്റെ പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫിസിക്കൽ സാധനമാണെങ്കിൽ സ്റ്റിക്കി നോട്ടുകൾ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും. അർജൻറ്റ് കാര്യമാണെങ്കിൽ അതിന് ഏത് ഇതിന് ഇത് ചുവന്നതാണെങ്കിൽ വളരെ അർജൻറ്റ്, പെട്ടെന്ന് ചെയ്ത് തീർക്കണം. സോ അതിൽ ഇപ്പോൾ ഏത് ഫയലാണോ അതിൻ്റെ മുകളിൽ സ്റ്റിക്കി നോട്ടുകൾ ഒട്ടിച്ച് വയ്ക്കുന്നു, നമ്മളെ ഉദ്ദേശവും നടക്കുന്നു. സോ കളർ വെച്ചിട്ട് നമ്മളെ ജോലിനെ ഒന്ന് തരംതിരിക്കുക. സ്പീഡ്, പ്രയോറിറ്റി, അർജൻസി, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ജോലി ഏതൊക്കെ ടൈപ്പാണോ ഏതൊക്കെ രീതിയിലാണോ ചെയ്യുന്നത്, ഏതാണെങ്കിലും ശരി ഈ കളർ കോഡിംഗ് സിസ്റ്റം അവിടെ വർക്കാവും. ഒന്നും എഴുതി വെക്കാതെ തന്നെ നിങ്ങൾക്ക് അത് അർജൻറ്റായിട്ടുള്ള വർക്കാണെന്നുള്ളത് കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നെക്സ്റ്റ് ഡേ വരുന്ന സമയത്ത് ഫുൾ പവറോട് കൂടി നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഴയ കാലത്തെ പോലെയല്ല, അതായത് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് എന്നുള്ളതിലുപരി ഫിസിക്കലാണെങ്കിൽ പോലും ഒരു ഡിജിറ്റൽ ഒബ്ജക്റ്റായി മാറിയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ടാബ്ലറ്റ്, നമ്മുടെ ലാപ്ടോപ്പ്, നമ്മുടെ ഫോണ്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഒന്നവിടെ അങ്ങനെ ആകാതെ എല്ലാം കൂടി ചേർത്ത് ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ ചാർജ് ചെയ്യുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നോക്കിയാൽ കിട്ടും, അല്ലെങ്കിൽ അവിടെ നോക്കിയാൽ കിട്ടും. ഒന്ന് അങ്ങോട്ട് ഓടുക, ഒന്ന് ഇതിന് ഓടുക, ഒന്ന് ഫോൺ ചാർജ് ചെയ്ത് അപ്പുറത്ത് അതിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഓടുക. ഇങ്ങനെ നമ്മുടെ തല അങ്ങോട്ടും കിടന്ന് ഓടാതെ ഇരിക്കാൻ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് വയ്ക്കുക. ആ സ്പേസിനകത്ത് കാര്യങ്ങൾ എടുത്ത് വയ്ക്കുക, വേറെ എവിടെ എടുത്ത് വയ്ക്കരുത്, അലങ്കോലമായി കിടക്കാൻ പാടില്ല. എല്ലാം കൂടി ഒരു സ്ഥലത്ത് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഡീൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ ചാർജിങ് ഡോക്കുകൾ, ചാർജിങ് സാധനങ്ങൾ, ചാർജിങ് സ്റ്റേഷനുകൾ, അതിപ്പോൾ ഇതിൻ്റെ മാത്രമല്ല, കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഇതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരു ഭാഗത്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു അടുക്കും ചിട്ടിയും കൊണ്ടുവരിക. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലങ്കോലമായി കിടക്കാതെ ഡിജിറ്റൽ സാധനങ്ങൾ ഒതുക്കി അടുക്കും ചിട്ടയോടും കൂടി ഒരു സ്ഥലത്ത് വയ്ക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ സാധനങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഫയലാണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് സ്പേസിന് അകത്ത് വേണം അത് നമ്മൾ എടുത്തു വയ്ക്കാൻ. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ പോയാൽ എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് വളരെ അടുക്കും ചിട്ടിയുള്ളത് കൊണ്ട് നിങ്ങളല്ല വേറൊരാൾ വന്നാൽ പോലും ഈസി ആയിട്ട് അവർക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നിങ്ങളുടെ പണി അവർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും.
ഏഴാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടേബിളിൻ്റെ അടിഭാഗത്തായിട്ട് അങ്ങനെ ഹാങ് ചെയ്തുകൊണ്ട് തൂങ്ങിക്കിടക്കുന്ന, അതായത് ടേബിളിൻ്റെ പടി ഇങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ട്രേകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് സ്ക്രൂ ചെയ്ത് മുറുക്കാം, അങ്ങനെ പല രീതിയിലും ഗമ്മ് വെച്ച് ഒട്ടിക്കാവുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാധനം നമ്മൾ ബിൽഡ് ചെയ്തത് എന്തിനാണ് ചോദിക്കുകയാണെങ്കിൽ, പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ നീറ്റ്, താഴത്തേക്ക് നോക്കിയാലും വളരെ നീറ്റ്. ആ ടേബിളിൻ്റെ അടിയിൽ ഇങ്ങനെ പോയിട്ട്, ആ സിനിമയിൽ വിജയ് പോയി നോക്കുന്ന പോലെ ഇങ്ങനെ പോയി നോക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിൻ്റെ അടിയിലുള്ള സാധനങ്ങൾ കാണാൻ പറ്റുള്ളൂ. പക്ഷേ വെച്ചാൽ നമുക്കറിയാൻ പറ്റും ഇന്ന ഫയല്, ഇന്ന ബുക്ക്, ഇന്ന നോട്ട്, ഈ ഡയറി, പെന്ന്, ഇതെല്ലാം എവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. കാരണം നമുക്ക് ഈസി ആയിട്ട് കൈയിട്ടിട്ട് അടിയിൽ നിന്ന് കൈയിട്ടിട്ട് സാധനം എടുക്കാൻ പറ്റും. സോ ഈ രീതിയിലൊരു ട്രേ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് പുറത്തുനിന്ന് കാണുന്നവർക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. താഴത്ത് കൂടെ എത്തി നോക്കിയാൽ മാത്രമേ സാധനം കിട്ടുള്ളൂ എന്നല്ല, നിങ്ങൾക്ക് കൈ കൊണ്ട് എടുക്കാം. നോക്കിയെടുക്കണമെങ്കിൽ ഒന്നിങ്ങനെ താഴത്തേക്ക് നോക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. സോ ഇങ്ങനെയുള്ളൊരു ട്രേ വെക്കുന്നത് കൊണ്ട് ഫിസിക്കലായിട്ടുള്ള അതുപോലത്തെ ഫയല് മറ്റൊന്ന് മറിച്ച പേപ്പറുകളൊക്കെ, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുത്തു വയ്ക്കാം. ഇതും ഈ പറയുന്ന സ്ഥലം നീറ്റായിട്ടിരിക്കുന്നതിന് ഒരുപാട് ഗുണം ചെയ്യും. ഒരുപാട് സ്ഥലവും നിങ്ങൾക്ക് ടേബിളിൻ്റെ മുന്നിൽ കിട്ടും. എട്ടാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൊട്ടേഷണൽ പ്രൊഡക്ടിവിറ്റി ഷെൽഫാണ്. അതായത് ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് വയ്ക്കുക. ഉദാഹരണത്തിന് ഈ ഒരുപാടുള്ള സാധനങ്ങൾ നമ്മളെല്ലാം ഡെയിലി ഉപയോഗിക്കുന്നതല്ല, ഓരോ ദിവസം ഓരോന്നായിരിക്കും. ഓരോ ദിവസം ഓരോന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒരാഴ്ച നോക്കുന്ന സമയത്ത് ഇത്രയും നമ്മൾ സാധനം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഡെയിലി ഇതിൻ്റെ മൊത്തം ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഓരോ ദിവസം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം പിന്നെ എപ്പോഴെങ്കിലും വരുമായിരിക്കും, അത് അടുത്ത തിങ്കളാഴ്ചയെ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ സാധനം അങ്ങോട്ട് വെച്ചു, പിന്നെ തൊട്ടടുത്തത്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തൊരു സൈക്കിൾ പോലെ അടുത്തത് നേരെ ലാസ്റ്റിലേക്ക് പോയി, പിന്നെ നമ്മൾ ഉപയോഗിച്ചു അടുത്ത ദിവസം അത് പിന്നെ അടുത്തതിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ഈ ചില ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, നേഴ്സുമാർ നൈറ്റിന് ഡ്യൂട്ടി എടുക്കാൻ വരുന്നൊരു രീതിയുണ്ട്. അതായത് 5 പേരുണ്ടെങ്കിൽ ആദ്യത്തെ ഒരാൾ ലീവ് എടുക്കും, നൈറ്റ് എടുക്കാം എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 4 പേർക്ക് ഡേയിൽ കിട്ടും. ഇതിനുശേഷം ഈ നൈറ്റ് ലീവ് എടുത്ത ആൾ എന്ത് ചെയ്യും, പിന്നെ എഗൈൻ 5 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് പിന്നെ വരുന്നത്. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാരാണോ അവരാണ് പിന്നെ അടുത്ത ഒരാഴ്ചയ്ക്കുള്ള നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ഒരാൾ. പിന്നെ ഈ ആൾക്കും 5 ആഴ്ച കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് കഴിഞ്ഞ ആളുടെയോ 4 ആഴ്ച ആണ് സമയം. എഗെയിൻ മൂന്നാമത്തെ അയാൾ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കും 5-ാമത്തെ ആഴ്ചയുള്ളൂ. അപ്പോഴേക്ക് ആദ്യത്തെ ആൾക്ക് 3-ാമത്തെ ആഴ്ചയായി. സോ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തൊരു സൈക്കിൾ പോലെ വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മൾ എടുത്തു വെക്കേണ്ട സാധനങ്ങൾക്കും ഇതുപോലെ റൊട്ടേഷൻ സൈക്കിൾ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഷെൽഫ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ചിട്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഡിജിറ്റൽ സാധനങ്ങളാണെങ്കിലും ശരി, ഫിസിക്കലായിട്ടുള്ള ഒബ്ജക്റ്റുകളാണെങ്കിലും ശരി, ഇതുപോലെ ഒരു റൊട്ടേഷൻ ഷെൽഫിനകത്ത് നിങ്ങൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ അത് ക്ലിയറായിട്ട്, അത് വളരെ നീറ്റായിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു അച്ചടക്കം, ഒരു നീറ്റ്നെസ്, ഒരു ക്ലീൻനെസ് അവിടെ ഉണ്ടായിരിക്കും. അതോട് ഗുണം എന്താ ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ കൈയെത്തുന്ന ദൂരത്ത്, ബാക്കിയുള്ളതൊക്കെ റൊട്ടേഷനിൽ വന്നിരിക്കും. ഫിസിക്കലി അങ്ങനെ ഒരു റൊട്ടേഷൻ ഷെൽഫ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. 9-ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എർഗണോമിക് സ്റ്റോറേജ് എഫിഷ്യൻസിയാണ്. അതായത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന സാധനങ്ങൾ നിങ്ങളുടെ കൈയെത്തുന്ന ദൂരത്തിൽ എടുത്ത് വെക്കുക എന്ന് നമ്മൾ പറയും. അതായത് ഇപ്പോൾ വെള്ളം ബോട്ടിൽ ഇവിടെ താഴെ വെച്ചിട്ടുണ്ട്, സ്നാക്സ് എന്തെങ്കിലും വേണോ അപ്പുറത്ത് താഴെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും വേണോ അവിടെ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വാട്ടർ ബോട്ടിലായാലും നോട്ട് ബുക്കുകളായാലും ഫയലാണെങ്കിലും പെന്ന്, പേപ്പർ, A4 ഷീറ്റുകൾ, സ്റ്റാപ്ലറുകൾ, റബ്ബർ ബാൻഡുകൾ, മൊട്ടുസൂചി, ഇങ്ങനെ നിങ്ങൾക്ക് ഉടനെ ആവശ്യമുള്ള പെട്ടെന്ന് ആവശ്യമുണ്ടാകുന്ന സാധനങ്ങൾ നിങ്ങളുടെ കയ്യെത്തുന്ന ദൂരത്ത് വയ്ക്കുന്ന സമയത്ത് ഈ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ കാര്യങ്ങൾ എഴുതുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് ആ സാധനം വേണം, കയ്യെത്തുന്ന ദൂരത്ത് നിന്ന് എടുക്കുന്നു, ചെയ്യുന്നു. മറ്റേ നമ്മൾ എണീറ്റ് പോകുന്നു, അപ്പോൾ വേറൊരാളെ കാണുന്നു, ഒന്ന് സംസാരിക്കുന്നു, നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നല്ലതായെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും. നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് കഴിക്കാനുള്ള വകുപ്പ് ഉണ്ടാവുള്ളൂ. സോ മൊത്തം നിങ്ങളുടെ റവന്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും, എല്ലാം കുളമായി കിട്ടും. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. 10-ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വീട്ടിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഓഫീസിനകത്താണെങ്കിലും ശരി, നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പിന്നിലുണ്ടാവും ഒരു പ്രത്യേകതമായിട്ട് ഒട്ടിക്കാനായിട്ടുള്ള, അതായത് മൊട്ടുസൂചി വെച്ച് കുത്തി വയ്ക്കാവുന്ന A4 ഷീറ്റുകളൊക്കെ ഇതിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കും. ഉള്ളിൽ ഈ
എന്തോ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്, എന്താണ് എനിക്ക് ശരിക്കും പിടികിട്ടുന്നില്ല. അതിൻ്റെ മുകളിൽ ക്ലോത്ത് വെച്ചിട്ടുണ്ടാകും, പക്ഷേ അതിൻ്റെ മുകളിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പിൻ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓഫീസിലാണെങ്കിൽ, വീട്ടിലാണെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. തെർമോക്കോൾ പോലെയുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന, മോട്ടിവേഷൻ കിട്ടുന്ന കൊട്ടേഷൻസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എഴുതി വയ്ക്കാം. നാളേക്കുള്ള വർക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അതവിടെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഗോൾസ്, അതായത് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് എന്താണോ ആ ടാർഗറ്റിനെ കുറിച്ചിട്ട് അവിടെ എഴുതി വയ്ക്കാം. സോ ഓവറോൾ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ എഴുതി വയ്ക്കാം. എല്ലാം കൂടി നിങ്ങൾ ഫയൽ എടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറി എടുത്തിട്ടോ മൊത്തം മറിച്ച് നോക്കാതെ അങ്ങനെ എഴുതി വയ്ക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ഗൂഗിൾ കലണ്ടർ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ട്. നമ്മുടെ ഡയറിയുടെ ഒരു പുതിയ അപ്ഡേറ്റഡ് വേർഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് നമ്മൾ എഴുതി വയ്ക്കുന്നു. ഓരോ ദിവസം ഇന്ന കാര്യങ്ങൾ നടക്കണം, ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്, കുറേ കാലം കഴിയുമ്പോൾ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു, ഇതെല്ലാം നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഒരു കലണ്ടർ എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞ ഒരു ഡയറി തന്നെയാണ്. സോ മൂഡ് ബോർഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫിസിക്കൽ മൂഡ് ബോർഡ് ആക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ കലണ്ടർ പോലെയുള്ള അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പരിപാടി നടത്താൻ പറ്റും. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടും, നിങ്ങളുടെ വരുമാനം കൂടും. അങ്ങനെ ഓവറോൾ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ എൻഹാൻസ് ചെയ്യും. ഇതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ.